ഈ തലതിരിഞ്ഞവരെന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലേ, തലതിരിഞ്ഞ സംസാരിക്കുന്നവരെയൊക്കെ വല്ലാത്തൊരു അനിഷ്ടത്തോടു കൂടിയാണ് നമ്മൾ പറയുന്നത്. പക്ഷെ ഇപ്പൊ പറയാൻ പോകുന്ന ആളെക്കുറിച്ച് അങ്ങനെയൊന്നുമല്ല. കേൾക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഇഷ്ടവും കൗതുകവും ഒക്കെ തോന്നിപ്പോവും. ഇതാ ഈ കാണുന്ന ആളാണ് കാസർഗോഡ് ചീമേനി സ്വദേശിയായ ഗൗരിയമ്മയുടെ സംസാര രീതിയെക്കുറിച്ചാണ്. ഒരല്പ സ്പെഷ്യലാണ്. അതായത് എങ്ങനെയാണ് മലയാളം സംസാരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ദാ ഈ രീതിയിലാണ് എന്ന് പറയേണ്ടി വരും. തലതിരിഞ്ഞൊരു മലയാളം, തലതിരിഞ്ഞൊരു സംസാരം. കാണാം. അമ്മ എന്തൊക്കെയാ വിശേഷം? ചായ കുടിയൊക്കെ കഴിഞ്ഞോ? ഞാൻ യാജാ ചൊടികോ നിങ്ങൾ നീ യാജാ ചോടിക്കോ തരം നീ നോവാ നിങ്ങൾ നീ എന്താ പറഞ്ഞേ? നിങ്ങൾ ചായ കുടിച്ചോ? നേരത്തെ വന്നു. ഈ മലയാളം കേട്ടിട്ട് ഇപ്പൊ ഞാൻ ഞെട്ടിയതുപോലെ നിങ്ങളാരും ഞെട്ടാൻ നിൽക്കണ്ട. നമ്മൾ സ്ഥിരം കേൾക്കുന്ന മലയാളം തന്നെയാണ്, ആ വാക്കുകൾ തന്നെയാണ് അമ്മ പറയുന്നത്. പക്ഷേ ഈ ഭാഷാ രീതിക്ക്, ഈ സംസാരത്തിന് ഒരു വ്യത്യസ്തതയുണ്ട്. അതിൻ്റെ വിശേഷങ്ങൾ അമ്മയോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം. ഡേ രൂപേ റിയനാപ്പി രീകവും ഞാൻ തിന്നക്കും വിശ്വാസ നിമേജ് ചെയ്യുക ഡേ ലംസോ ലംസ ലിട്ടോ കാണുക. എൻ്റെ പേര് ഗൗരി പി നായർ. ഞാൻ താമസിക്കുന്നത് ചീമേനി. എൻ്റെ സ്വന്തം സ്ഥലം പട്ടോളിയാണ്. വർഷങ്ങൾക്ക് മുൻപാണ് വിവാഹം കഴിഞ്ഞ് ഭർത്തൃ വീട്ടിലെത്തിയ ഗൗരിയും ഭർത്താവും തങ്ങളുടെ സ്വകാര്യങ്ങൾ പങ്കുവെക്കാനായി മലയാളം തലതിരിച്ചു സംസാരിക്കാൻ തുടങ്ങി. ആദ്യമൊക്കെ അതൊരു കൗതുകമായിരുന്നു, പിന്നീട് അതൊരു ശീലമായി മാറി. 44 വർഷങ്ങൾക്ക് മുമ്പ് കല്യാണം കഴിച്ചിട്ട് ഭർത്താവിൻ്റെ വീട്ടിൽ പോയപ്പോൾ ഭർത്താവിൻ്റെ പെങ്ങന്മാരും ഞാനും ഒരേ പ്രായക്കാരായതുകൊണ്ട് അവിടുത്തെ അമ്മക്കൊന്നും അത്ര ഇതാവില്ലല്ലോ, പഴയ ആൾക്കാരല്ലേ. അപ്പോൾ അങ്ങനെ നമ്മൾ സംസാരിച്ചപ്പോൾ അവർക്ക് ദേഷ്യം ഉണ്ടാവുമല്ലോ, നമ്മൾ പണിയെടുക്കാതെ അങ്ങനെ സംസാരിക്കുമ്പോൾ. അപ്പോൾ ഞാൻ തല തിരിച്ച് സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ പിന്നെ അതൊരു ശീലമായി മാറി. പിന്നെ നേവി ഈ നിമേജി നാവ ಇಲ್ಲಿ ഇട്ടിവി നാവ നേവി നിമ്ഞ വൃത്താവാടികു ടിങ്ങ യാന്ത്രഭാങ്ങിടതു. പിന്നെ വീട്ടിൽ വന്നതിന് ശേഷം ഇവിടെ വന്നപ്പോൾ ഞാനും ഭർത്താവും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ തുടങ്ങി. നേവി ഇത് ആരില്ലേവി ദെക്കാകെ നുക്കുന്നിട്ട് ഈ കാനിട്ടിണ്ടിവേ നെങ്ങി യാന്ത്രഭാങ്ങിടതു. കുഞ്ഞുങ്ങൾ കേൾക്കുന്നതുകൊണ്ട് ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങി. ഗൗരിയമ്മയുടെ വേറിട്ട സംസാരം കേട്ട് പലരും ഈ തലതിരിഞ്ഞ സംസാരം പഠിക്കാൻ വന്നെങ്കിലും ആർക്കും വിജയത്തിലെത്താൻ കഴിഞ്ഞില്ല. മക്കളും പേരക്കുട്ടികളുമെല്ലാം ഇന്നിപ്പോൾ ഈ സംസാര രീതിയുടെ ആരാധകരാണ്. ഞാൻ കല്യാണം കഴിഞ്ഞ് വന്ന് കുറച്ച് നാൾ കഴിയുമ്പോൾ അച്ഛനും അമ്മയും ഇങ്ങനെ സംസാരിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്താ ഇവരിങ്ങനെ സംസാരിക്കുന്നത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. പിന്നെ ഞാൻ അമ്മയോട് സ്വകാര്യമായിട്ട് ചോദിച്ചു എന്താ പറഞ്ഞതെന്ന്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, ഇത് ഏത് ഭാഷ ചോദിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞു നല്ല മലയാളം തന്നെയാണ്, ഞങ്ങൾ തലതിരിച്ച് പറയുന്നതാണ്. പണ്ടേ ഞാനും അച്ഛനും അങ്ങനെ സംസാരിക്കാറുണ്ടായിരുന്നു പറഞ്ഞു. പഠിക്കാൻ ശ്രമിച്ചിരുന്നു? ഞാൻ നോക്കി ആവുന്നില്ല. സംസാരിക്കുന്നത് മാത്രമല്ല കവിതകൾ ചൊല്ലുന്നതും ഗൗരിയമ്മയുടെ പ്രിയപ്പെട്ട വിനോദമാണ്. അക്ഷരങ്ങളെ പുസ്തകങ്ങളെ സ്നേഹിക്കുവാൻ മാത്രമറിയുന്നൊരെൻ്റെ ഈ ജന്മം എത്ര സഫലമാണെന്നു തിരിച്ചറിയുന്നു ഞാൻ. പാട്ടും പറച്ചിലുമായി ഗൗരിയമ്മയുടെ ജീവിതം മുന്നോട്ടൊഴുകുകയാണ് ഒരു പുഴ പോലെ. മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്. സാരംഗ് സുരേഷാണ് നമ്മുടെ ഉള്ളത്. സാരംഗെ, വേണമെങ്കിൽ വേറെ ഒരു ഭാഷയായിട്ട് പ്രഖ്യാപിച്ച് കളയാമല്ലേ? നമ്മുടെ മലയാളം തലതിരിച്ച് സംസാരിച്ചാൽ ദാ ഇങ്ങനെയൊക്കെ ഇരിക്കും. പലപ്പോഴും നമ്മളൊക്കെ ശ്രമിച്ച് പരാജയപ്പെട്ടിട്ടുള്ളതാണ്. വെറുതെ ഇരിക്കുമ്പോഴൊക്കെ ഇങ്ങനെ തലതിരിച്ചൊക്കെ സംസാരിച്ച് നോക്കിയിട്ടുണ്ട്. പക്ഷെ ഇത്ര ഫ്ലുവൻ്റ് ആയിട്ട് പറയുക എന്നുള്ളത് അത് വലിയൊരു കാര്യം തന്നെയാണ്, അതൊരു കഴിവ് തന്നെയാണ്. ഇപ്പോൾ ഒന്ന് ചെന്ന് പഠിച്ച് നോക്കാം എന്ന് പറഞ്ഞാൽ പോലും നമ്മളൊക്കെ പരാജയപ്പെട്ടു പോകുമോ എന്നുള്ളത് ആ സംശയമല്ലേ? അപ്പോൾ നാത്തുമാരൊക്കെ പണ്ട് ഒരുമിച്ച് കൂടിയത് കൊണ്ടുള്ള വലിയ ഗുണം ആണ് ഇപ്പോൾ ഈ കണ്ട കഴിവും. എത്രയോ തവണ കാസർഗോഡ് വെച്ചിട്ട് ഇങ്ങനെ പല രീതിയിൽ സംസാരിക്കുന്ന, പല ഭാഷകൾ സംസാരിക്കുന്ന, മലയാളത്തിൽ തന്നെ തുളുവും കന്നഡയും ബ്യാരിയും അതോടൊപ്പം തന്നെ ഉറുദുവും അറബിയും ഒക്കെ ചേർത്ത് സംസാരിക്കുന്ന ഒട്ടേറെ ആളുകളെ കണ്ടിട്ടുണ്ട്. പക്ഷേ മലയാളം പൂർണ്ണമായി ഇങ്ങനെ തലതിരിച്ച് പറയുന്ന ഒരാളെ ആദ്യമായിട്ടാണ് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. പെട്ടെന്ന് ഒരു ഞെട്ടലുണ്ടത്. കാരണം എന്താണ് പറയുന്നതെന്ന് നമ്മൾക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ അത് നേരെ തിരിച്ചു പറയുന്ന സമയത്താണ് ഇതുപോലെ എന്താണ് പറയുന്നതെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നത്. അതുപോലെ തന്നെ ഗൗരിയമ്മ നമ്മൾക്ക് കേരളത്തിലെ 14 ജില്ലകളും നേരെ തലതിരിച്ച് പറഞ്ഞു തന്നു. അങ്ങനെ പറഞ്ഞ സമയത്ത് എനിക്കാകെ മനസ്സിലാക്കാൻ സാധിച്ചത് കാസർഗോഡും കോഴിക്കോടും ഇടുക്കിയും ഒക്കെയാണ്. വേറൊന്നും മനസ്സിലായില്ല. പിന്നെ ആ ഒരു വലിപ്പമൊക്കെ വെച്ച് പറയുന്ന വാക്കിൻ്റെ ഒരു നീളവും വീതിയൊക്കെ വെച്ചിട്ടാണ് നമുക്ക് എന്താണ് പറയുന്നതെന്നുള്ള ഏകദേശം ഒരു ധാരണ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയത്. എന്തായാലും വ്യത്യസ്തമായ ഒരു കഴിവാണ് എന്ന് തന്നെ നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. ഈ ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ സംസാരിക്കാൻ തുടങ്ങിയതിൻ്റെ ആരംഭം എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും രസകരമായിട്ടുള്ള ഒരു കാര്യം. കാരണം ഇത് നടക്കുന്ന ഏകദേശം 10-45 വർഷങ്ങൾക്ക് മുൻപാണ്. ആ ഒരു സമയത്ത് നമുക്കറിയാമല്ലോ, ആ ഒരു കല്യാണം കഴിഞ്ഞ് വരുന്ന ഭാര്യയും ഭർത്താവും ഒക്കെ അവരുടെ കുടുംബങ്ങളിലൊക്കെ തന്നെ സംസാരിക്കുന്ന സമയത്ത് ഇന്നത്തെ കാലത്തെ പോലെ അത്രത്തോളം സ്വാതന്ത്ര്യമൊന്നും തന്നെ ഇല്ലാത്ത സമയമാണ്.
അങ്ങനെ ആ സമയത്ത് ഗൗരിയമ്മയും ഭർത്താവും അങ്ങോട്ടും ഇങ്ങോട്ടും തങ്ങളുടെ സ്വകാര്യങ്ങളൊക്കെ തന്നെ പങ്കുവെക്കാൻ വേണ്ടി അവർ രസകരമായൊരു രീതി ഉണ്ടാക്കിയെടുത്തതാണ്. അത് പിന്നീട് വർഷങ്ങളോളം അവരെങ്ങനെ തുടർന്നു പോന്നു. അവരുടെ മക്കൾക്കൊന്നും ഇത് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഏറ്റവും ഇതിൽ തമാശ നിറഞ്ഞ കാര്യം. അവരൊക്കെ പഠിക്കാൻ ശ്രമിച്ചു, പക്ഷെ ആർക്കും കഴിഞ്ഞില്ല. പിന്നീട് ഗൗരിയമ്മയുടെ ഭർത്താവ് 2 വർഷങ്ങൾക്ക് മുൻപേ മരിച്ചു. പിന്നീട് അതിനുശേഷം കുറച്ചു കാലം അവർ വീട്ടിനകത്ത് തന്നെ ഒതുങ്ങി നിൽക്കുകയായിരുന്നു. അതിനുശേഷം വീണ്ടും ഗൗരിയമ്മ സജീവമായിട്ട് വരികയാണ്. അപ്പോൾ വീണ്ടും ഇത്തരത്തിൽ ഇപ്പോൾ ഓരോ കാര്യങ്ങളും നമ്മളോട് വിശേഷങ്ങളൊക്കെ തന്നെ പങ്കുവയ്ക്കുന്നത് ഇതുപോലെ നേരെ തലതിരിച്ച രീതിയിലാണ്. അപ്പോൾ ഒരു വല്ലാത്തൊരു കൗതുകം തോന്നുന്നു. അതെ, ശരിയാണ്. സാരംഗ് ശരിക്കും തുടക്കത്തിൽ പറഞ്ഞ കാര്യം അത് തന്നെയാണ്. കാസർഗോഡ് തന്നെ പലപ്പോഴും ആ ഭാഷ നമ്മൾക്ക് അത്ര പെട്ടെന്നൊന്നും അവിടേക്ക് പുതിയതായിട്ട് എത്തുന്ന ആൾക്കാർക്ക് മനസ്സിലാകണമെന്നില്ല. സാരംഗ് തന്നെ അത് പഠിച്ചിപ്പോൾ സെറ്റായിട്ടുണ്ട്. അതിനിടയ്ക്കാണ് പുതിയതായിട്ട് ഈ ഒരു സ്റ്റോറി ചെയ്യാൻ വേണ്ടിയിട്ട് പോലും ഇങ്ങനെയുള്ള മലയാളം തലതിരിച്ച് കേൾക്കേണ്ടി വരുന്നത്. പക്ഷെ കേൾക്കുമ്പോൾ നല്ല രസമല്ലേ? ഏറ്റവും ഒടുവിൽ സാരംഗ സ്റ്റോറിയിൽ പറഞ്ഞപ്പോഴാണ് മറ്റൊരു കാര്യം കൂടി മനസ്സിലാകുന്നത്. അക്ഷരങ്ങളെ അത്രത്തോളം സ്നേഹിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. അപ്പോൾ അക്ഷരങ്ങളെ സ്നേഹിക്കുന്നുണ്ട്, അതിൻ്റെ പല പ്രത്യേകതകൾ ഇപ്പോൾ കയ്യിലുണ്ട്. അങ്ങനെ സ്നേഹിച്ച്, അക്ഷരങ്ങളെ സ്നേഹിച്ച്, പുസ്തകങ്ങളെയൊക്കെ സ്നേഹിച്ച് മുന്നിലേക്ക് പോകുന്ന ഒരാൾ കൂടിയാണ്. കാര്യം അടിപൊളിയാണ്. മുന്നിൽ ചെന്ന് നിന്ന് ഒന്ന് തലതിരിച്ച് സംസാരിച്ചാൽ നമ്മൾ പെട്ടുപോയി.